പൂനെയിൽ മഹാരാഷ്ട്രയിലെ പ്രമുഖ ബിസിനസ്സുകാരൻ വിശാൽ അഗർവാളിന്റെ ഇളയ മകനായ കേതൻ വിശാൽ അഗർവാളിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിശ്രുത വരനൊപ്പമുള്ള പ്രണയ പോസ്റ്റുകൾ സ്ഥിരമായി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കാറുള്ള സിയയുടെ ഇരട്ടമുഖം കണ്ടു ഞെട്ടുകയാണ് സോഷ്യൽ മീഡിയയിൽ. വിവാഹനിശ്ചയം കഴിഞ്ഞ് ഒരു മാസത്തിനു ശേഷം എന്റെ ഹൃദയം അതിന്റെ ഉടമയെ കണ്ടെത്തിയെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് സിയ പങ്കുവച്ചിരുന്നു. ഒപ്പം മെഴുകുതിരി കത്തിച്ച ഒരു കേക്കിന്റെ ചിത്രവും ഉണ്ടായിരുന്നു. കേതനെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു ഈ പോസ്റ്റ്. കേതനൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുക സിയയുടെ പതിവായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു ബിസിനസ് മീറ്റിംഗിൽ വെച്ച് പരിചയപ്പെട്ട 22-കാരനായ ചേതൻ ബാബുലാൽ ചൗധരിയുമായി സിയയ്ക്ക് ബന്ധമുണ്ടെന്ന് പിന്നീടാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ബേക്കറി ഉടമയാണ് സിയ. ചേതന് ഡ്രൈഫ്രൂട്ട് ബിസിനസ്സാണ്. സിയയ്ക്ക് വിവാഹത്തിൽ താൽപ്പര്യമില്ലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇതോടെ കേതനെ ഒഴിവാക്കാൻ കാമുകന്റെ സഹായം തേടി. കഴിഞ്ഞ 7 മാസത്തിനിടെ സിയയും ചേതനും തമ്മിൽ 238 മണിക്കൂർ നീണ്ടുനിന്ന 2004 ഫോൺ കോളുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. 2025 നവംബറിൽ ഇരുവരും തമ്മിൽ അടുപ്പത്തിലാകുന്നു. പൂനെയിലെ ലോഹഗഡ് കോട്ടയിൽ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ കേതൻ അബദ്ധത്തിൽ തെന്നി വീണു എന്നായിരുന്നു സിയ പോലീസിനോട് ആദ്യം പറഞ്ഞത്. എന്നാൽ തന്റെ പ്രതിശ്രുത വരൻ മരണപ്പെട്ടിട്ടും സിയയുടെ പെരുമാറ്റത്തിൽ സങ്കടത്തിന്റെ ഒരു നിഴൽ പോലും ഇല്ലാതിരുന്നത് പോലീസിനെ സംശയത്തിലാക്കി. വിശദമായ അന്വേഷണത്തിൽ സിയയും കാമുകൻ ചേതൻ ചൗധരിയും ചേർന്ന് കേതനെ കൊക്കയിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് ബോധ്യമായി. നവംബറിൽ ജയ്പൂരിലെ കൊട്ടാരത്തിൽ വെച്ച് 17 കോടി രൂപ ചെലവിൽ നടത്താനിരുന്ന ആഡംബര വിവാഹത്തിന്റെ ഒരുക്കങ്ങൾക്കിടയിലാണ് ഈ ക്രൂരത നടന്നത്. അതിഥികൾക്കായി 2 സ്വകാര്യ വിമാനങ്ങൾ വരെ ഏർപ്പെടുത്തിയിരുന്ന കുടുംബങ്ങൾക്ക് ഈ സംഭവം വലിയ ആഘാതമാണ് നൽകിയത്. നിലവിൽ കൊലപാതക കുറ്റവും ക്രിമിനൽ ഗൂഢാലോചനയും ചുമത്തി സിയയെയും ചേതനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതി ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് കേതന്റെ മൃതദേഹം പുറത്തെടുത്തത്. ഈ മരണശേഷം വികാരനിർഭരമായി സിയ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ഇട്ടിരുന്നു. അപകട മരണമായി രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും കുടുംബത്തിന് ചില സംശയങ്ങൾ ഉണ്ടായി. അച്ഛന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഫോട്ടോ എടുക്കുന്നതിനിടയിൽ വീണുവെന്ന് സിയ പറഞ്ഞത് പോലീസ് പൂർണ്ണമായും മുഖവിലക്കെടുത്തിരുന്നില്ല. വിശദമായ അന്വേഷണത്തിനായി കോൾ റെക്കോർഡ്സ് ഉൾപ്പെടെ തെളിവുകൾ ശേഖരിച്ചു. ഇതോടെയാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. സിയയും കാമുകൻ ചേതൻ ചൗധരിയും ചേർന്ന് കേതനെ താഴ്ചയിലേക്ക് തള്ളിയിടുകയായിരുന്നു. മറ്റാരുടെയെങ്കിലും സഹായം ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒളിച്ചോടിയാൽ കുടുംബത്തിന് നാണക്കേടുണ്ടാകുമെന്ന് ഭയന്നാണ് സിയ പ്രതിശ്രുത വരനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് കാമുകനായ ചേതൻ ചൗധരി പോലീസിനോട് പറഞ്ഞു. PTI റിപ്പോർട്ട് അനുസരിച്ച് ഒളിച്ചോടിയാൽ കുടുംബത്തിന് നാണക്കേടുണ്ടാകുമെന്ന ഭയം കാരണമാണ് സിയ ഇത്തരത്തിൽ ചെയ്തത്.